അങ്ങനെ ഈ ആഴ്ചയും നമുക്ക് ചൊവ്വാഴ്ചപ്പള്ളി പോകാൻ പറ്റുമെന്ന് ഒട്ടും വിചാരിച്ചല്ല കേട്ടോ. ഞാൻ നോക്കിയിട്ട് ഒരു സാഹചര്യവും ഇല്ലായിരുന്നു. പക്ഷേ എങ്ങനെയോ ദൈവം തന്നെ നമുക്ക് അതിനുള്ളൊരു സാഹചര്യം ഒരുക്കി തന്നെന്ന് പറയാവേ. അപ്പം ഞാനും അമ്മയും ഒട്ടും നോക്കിയില്ല. എങ്കിൽ പെട്ടെന്ന് പോയിട്ട് വരാമെന്ന് തീരുമാനിച്ച് ഞങ്ങളങ്ങ് ഇറങ്ങുക കേട്ടോ ചെയ്തത്. ഇറങ്ങിയ സമയത്ത് ക്ലൈമറ്റ് ഭയങ്കര മോശമായിരുന്നു. എന്തായാലും കോട്ടയത്ത് വന്നപ്പോഴത്തേക്കിനും നല്ലൊരു ക്ലൈമറ്റൊക്കെ ആയി കേട്ടോ. വെയിലും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. മഴയൊക്കെ അങ്ങ് മാറിയേ. എന്തായാലും ഇത്തിരി സമയം വൈകിയാണ് ഞങ്ങൾ ഇറങ്ങിയതും. അതുപോലെ തന്നെ അവിടെ ചെന്നപ്പോഴും നല്ല നല്ല രീതിയിൽ ലേറ്റ് ആയായിരുന്നു കേട്ടോ. എന്തായാലും ഞങ്ങൾ പോയി. നമ്മൾ ക്യൂ നിന്നിട്ടാണ് കേട്ടോ അവിടെ മാലയൊക്കെ ഇടുന്നത്. അപ്പോൾ അന്തോണീസ് പുണ്യാളന് ക്യൂ നിന്ന് മാല ഇട്ടതിന് ശേഷം നമ്മൾ തിരിയൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ചു. എന്നിട്ട് നമ്മൾ പള്ളിക്കകത്ത് കയറിയിട്ട് ആരാധന കൂടി കുറേ നേരം ഇരുന്നതിന് ശേഷമാണ് കേട്ടോ നമ്മൾ തിരിച്ച് പോകുന്നത്. അപ്പോൾ അവിടെ നമുക്ക് പ്രാർത്ഥിച്ചിട്ടൊരു ബണ്ണ് പോലെ തരും. അപ്പോൾ അതുമൊക്കെ വാങ്ങിച്ചിട്ടാണ് നമ്മൾ ഇങ്ങ് പോകുന്നത് കേട്ടോ. എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഒരു നേരം നമ്മൾ പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ട് മാറ്റി വെച്ചാലുണ്ടല്ലോ, അത് ഏതെങ്കിലുമൊക്കെ സമയങ്ങളിൽ നമുക്കത് ഗുണമായിട്ട് തന്നെ വരത്തുള്ളൂ. ഒരിക്കലും നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി മാറ്റി വെക്കുന്ന സമയം നമുക്ക് ഒരിക്കലും ദോഷമായിട്ട് വരത്തില്ല കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും ചാനൽ ഫോളോ ചെയ്യുക. ഓക്കെ, ബായ്.